ഹായ്, എന്നത്തെയും പോലെ വളരെ ഹാപ്പിയാണ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ചെന്നൈയിൽ നിന്ന് വന്ന ബാഗൊക്കെ ക്ലീൻ ചെയ്ത് എൻ്റെ ലഗേജ് ഒക്കെ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു. അപ്പോഴാണ് എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരുമ്പോഴാണ് എൻ്റെ കുറേ നാൾക്ക് മുന്നേ കാണാതെ പോയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഹാൻഡ് ബാഗിൽ നിന്ന് കിട്ടുക. ചിലപ്പോൾ അത് മേടിച്ച് ഹാൻഡ് ബാഗിൽ ഇട്ടതുപോലെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. പിന്നെ അത് അന്വേഷിച്ച് ഞാൻ പലയിടങ്ങളിലും തപ്പും. പിന്നെ ചിലപ്പോൾ അത് ഞാൻ മറന്നുപോകും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സാധാരണ ഇങ്ങനെ മിസ്സായി കിടക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഞാൻ മേടിച്ച് എനിക്ക് പോലും അറിയാതെ കിടക്കുന്ന സാധനങ്ങൾ കിട്ടിയ. ഇന്ന് അങ്ങനെ തപ്പി പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സാധനം കിട്ടിയത്. അതിന് ധർമ്മയുടെ ഞാൻ കുറേ ചീത്തകൾ. കാരണം ഞങ്ങളത് ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഫീനിക്സിൽ. ആ സമയത്ത് ഇത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ധർമ്മയുടെ അടുത്ത് വേണമെന്ന് പറഞ്ഞ് ഞാൻ പോയി മേടിച്ചൊരു സാധനമാണ്. പിന്നെ ഇന്ന് തപ്പി ബാഗെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ധർമ്മയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിലധികം ചീത്ത കേൾക്കുകയും ചെയ്തു. കാരണം ഇത് മേടിക്കാനുള്ള ഉത്സാഹം എനിക്ക് പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അതിന്റെ മേളം ഉണ്ടായില്ല. അത് തന്നെ കാരണം. അപ്പോൾ ഇന്ന് എനിക്ക് ആ സാധനം കിട്ടിയപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ വീഡിയോ. ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്. ഇത് ഭയങ്കര പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് തന്നെ എന്റെ ഹെയറിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തായാലും ഒരാളുടെ ഹെൽപ്പ് വേണം. സോ വി ഹാവ് എ ന്യൂ ഹെയർ സ്റ്റൈലിസ്റ്റ് ഇൻ ദി ടൗൺ, അല്ല ധർമ്മി. സോ ഇരിക്കുന്ന സ്ഥലമുണ്ടാവും, കുറച്ച് നീങ്ങിയിരിക്കാൻ. അപ്പൊ എന്റെ ഹെയർ എന്റെ ഹെയറിന് ഒരു മൾട്ടി പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഹെയർ ആണ് കേട്ടോ. കാരണം ആദ്യം എന്റെ ഹെയർ ചില സമയങ്ങളിലൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട്, എന്റെ ഹെയർ കാണിക്കില്ല ഇത്രേ ഉള്ളൂ. എന്റെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കും. ചില സമയങ്ങളിൽ ടോൺസ് ചെയ്ത പോലെ ഉണ്ടാവും, ചില സമയങ്ങളിൽ കുറച്ച് വേവി ആയിട്ടും ഉണ്ടാവും. അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് അല്ലെങ്കിൽ ചകിരി പോലെയായിരിക്കും. സോ എനിക്കത് അറിയില്ല എന്താ അതിന്റെ റീസൺ. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടോ. ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഫ്രിസ്നെസ് ഒന്നും ഇല്ലാതെ ഇരിക്കണം, അല്ലെങ്കിൽ നല്ല ടോൺസ് ഒക്കെ ചെയ്ത പോലെ ഇരിക്കണം. അതും അല്ലെങ്കിൽ കേളി ആയിട്ട് ഇറക്കണം. ഇതൊന്നും അല്ല, ഓരോ ദിവസവും ഓരോ ക്യാരക്ടറാണ് എന്റെ ഹെയറിന്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് ഡിഫറെന്റ് ഹെയർ സ്റ്റൈല് നല്ല പണിയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഹെയറിൽ എനിക്കിങ്ങനെ കരവിരുത് നടത്താൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് മുടി എല്ലാവർക്കും, എല്ലാ ഗേൾസിനും ഉള്ള ഒരു കാര്യമായിരിക്കും അത്. പിന്നെ ഞാൻ കുറച്ച് കുറെ ആർക്കും കിടക്കി. കരവിരുത് എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിച്ചാൽ എനിക്ക് കാണിച്ചത് എക്സ്പെരിമെന്റ്. അപ്പോ ഞാന് എല്ലാ ഗേൾസിനും ഉള്ളൊരു സ്വഭാവമായിരിക്കും നമ്മുടെ ഹെയർ നമുക്ക് നീട്ടമുള്ളപ്പോൾ ഷോർട്ട് ആക്കണം തോന്നുന്നു, ഷോർട്ട് ഉള്ളപ്പോൾ ലെങ്ത് ആയിരിക്കണം എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം അയ്യോ വേണ്ട നോർമൽ ഹെയർ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നു. എനിക്കും ആ ഒരു അസുഖമുള്ളതാണ്. എനിക്ക് കുറച്ച് ലെങ്ത്, അങ്ങനെ അധികം ലെങ്ത്തിൽ ഞാൻ പോയിട്ടില്ല. കൊറോണ സമയത്തായിരുന്നു എന്റെ ഹെയർ ഭയങ്കരമായിട്ട് ലെങ്ത് ഉള്ളത്. കാരണം അത് ഒബിയസ്ലി എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് ഹെയർ കട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ ആ സമയത്തുള്ള ഹെയർ എനിക്കിപ്പോ കാണുമ്പോൾ തോന്നും എനിക്ക് ആ ഹെയർ വേണമായിരുന്നു, ആ വെട്ടണ്ടായിരുന്നു തോന്നും. കാരണം എന്റെ ലൈഫില് ഇത്രയും വർഷത്തിനിടയിൽ, ഇത്രയും പ്രായത്തിനിടയിൽ എന്റെ ഹെയർ അത്രയും വളർന്നത് ആ സമയത്താട്ടോ. അപ്പൊ നിങ്ങൾക്കും തോന്നും എനിക്ക് എന്റെ ഉണ്ടെങ്കിലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഹെയറിൽ സ്ട്രെയിറ്റൻ ചെയ്യുക, കേൾ ചെയ്യുക, ടോൺസ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പണി എന്താണെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാനുള്ള പേഷ്യൻസോ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വളർച്ചൊന്നും ചെയ്യാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് മടിയൊന്നും അല്ല, അങ്ങനെ ചെയ്യാൻ അറിയാൻ പാടില്ല. ഇഷ്ടംമാതിരി ആളാണ് നമുക്ക് ഇങ്ങനെ പുറകിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എന്തൊരു പാടാ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ, മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഇടുന്നവര്, ഐ മീൻ ചിലവര് ചെയ്ത് കൊടുക്കാനുണ്ടാവും, അത് കട്ട് ചെയ്യും. ചിലവർ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉള്ളു. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ധർമ്മയെ പിടിച്ചിട്ടിരിക്കുകയാണ്. ധർമ്മ സൂപ്പർ ആയിട്ട് ചെയ്തത്. എന്റെ ഒരു ചെന്നൈയിലെ ഒരു ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ധർമ്മയാണ് ഹെയർ ഫുള്ള് ടോൺസ് ചെയ്തത്. അത് നമ്മൾ നട്ടപ്പാതിലേക്ക് ഇരുന്നിട്ടല്ലേ ചെയ്തത്. 2.5 മണിക്കൂർ എടുത്തു. അതും ടോൺസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഇതില്ലേ ഫുൾ കംപ്ലീറ്റ് കേൾ ചെയ്ത് വിടുക, അതായിരുന്നു. ചെറിയ ചെറിയ കേൾസ് ആയിരുന്നു ഹെയർ ഫുള്ള്.
അപ്പൊ ഞങ്ങൾക്ക് രാവിലെ 7 മണിക്കായിരുന്നു ഫോട്ടോഷൂട്ട്. അപ്പൊ ഞങ്ങള് രാത്രിയില് ഇല്ലേ, കാരണം രാവിലെ എഴുന്നേറ്റ് എന്തായാലും ചെയ്യാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് രാത്രിയിൽ ഫുള്ള് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കിടക്കും. അപ്പൊ കിടക്കാൻ തന്നെ ഒരു 4 മണിയായി. രാത്രി ഫുള്ള് ഇരുന്ന് ഹെയർ ടോപ്പ് ചെയ്യണം. അപ്പൊ ഇത് അത്രയും സമയമൊന്നും എടുക്കൂല, കാരണം ഇതിന്റെ അകത്ത് കുറച്ച് വയോസേ ഉള്ളൂ. ആകെ ഉള്ളത് 9 എണ്ണം മാത്രം. ഇതിനെ കൊണ്ട് ഇത്ര മുടി എങ്ങനെ ഞാൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത്ര മുടി എന്ന് പറഞ്ഞാൽ എന്റെ തലയിൽ ആകെ 4-7 മുടിയുള്ളൂ. 7 മുടി ആണെങ്കിൽ 2 മാറ്റി വെക്കട്ടെ അങ്ങോട്ട്. വളർത്താമോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഭയങ്കര ചീപ്പ് പ്രൈസിൽ കിട്ടിയതായിട്ട്. ഇതിന് എത്ര രൂപയായിരുന്നു? 190 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാട്ടോ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ട്രൈ ചെയ്തിട്ട് പിന്നെ ഞാൻ അതേപോലെ തന്നെ കിട്ടി ബാഗിനകത്ത് വെച്ചിട്ട് ഇപ്പൊ പൊടി തട്ടി എടുത്തതാട്ടോ. പേനുണ്ടാവും അങ്ങോട്ട് നോക്ക. പേനിരിക്കുന്ന മോത്താണോ? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കൊരു മുത്തച്ഛന് ഓർമ്മ വരികയാണ്. എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കുന്ന മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങ. ഇവിടെ പാടാ. സീരിയസ്ലി ഹെയർ ഒക്കെ മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഹെയർ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യല്ലോ കേട്ടോ. പുറത്തു നല്ല സ്ട്രെയിറ്റ് ആൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഹെയർ ഒക്കെ കേൾസ് ക്രീം ഒക്കെ യൂസ് ചെയ്ത് കാണുന്നത് എന്തോ ഭംഗിയാണ്. പക്ഷെ അത് ചെയ്യാനും കുറച്ച് മെനക്കേടാണ് എനിക്ക് മനസ്സിലായി. മെനക്കേടാണ് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് എനിക്കങ്ങനെ അത് ചെയ്യാനും അറിയില്ല. അതിൻ്റെ ഒരു പരിപാടി ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് എവിടെ പോകും ഇങ്ങനെ ഇതിനു മുന്നേ ആർക്കെങ്കിലും മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടോ? 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അമ്മയ്ക്കൊന്നും ഹെയർ കെട്ടി കൊടുത്തിട്ടില്ല. ആദ്യത്തെ മുടി നിൽക്കാനാ പാട്. ഒരു ദിവസം നമുക്ക് ധർണിയുടെ അമ്മയുടെ ഹെയർ സ്റ്റൈല് ധർണീനെ കൊണ്ട് നോക്കി ചെയ്യിപ്പിക്കാട്ടോ. ഓക്കെ, റെഡിയായാൽ പ്രൊഫഷണൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ കസ്റ്റമേഴ്സിന്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതാണ്. ഇങ്ങോട്ടിരുന്നോ? സോ നമ്മൾ ഈ സൈഡൊക്കെ ചെയ്തു. ഈ സൈഡിൽ എത്ര രൂപ ചെയ്തു? ഇങ്ങനെ നോക്ക്. 4 ഇവിടെ എത്ര സൈഡില് 2 ഉള്ളൂ. ഈ സൈഡിലും ബാക്കി 7 ഉണ്ടാവും. ഇവിടെയുണ്ട്. അപ്പൊ പുള്ളി പറയണ ഈ ഹെയർ ചെയ്യാൻ കേൾസ് ഇല്ല എന്നാ പറയണേ. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പിന്നെ വീണ്ടും ചെയ്യാം. ഞങ്ങള് സത്യത്തില് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുള്ളത്, കാരണം ഭയങ്കര വർക്ക്ഔട്ട് ആവുമല്ലോ എന്ന് അറിയാൻ വയ്യാത്തത് ഒരു പാക്കറ്റ് വാങ്ങിയുള്ളൂ. പക്ഷെ അത് എന്റെ മൊത്തം ഹെയർ ചെയ്യാനുള്ളത് ഇല്ല. അപ്പൊ ഞാൻ തന്നോട് പറഞ്ഞു ഉള്ള 9 ഈക്വൽ ആയിട്ട് കുറച്ച് നമുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് എടുത്ത് ചെയ്യാൻ പറ്റും. പുള്ളി പറഞ്ഞ ഇത് വെയിറ്റ് ചെയ്യും, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ ഊരി എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഇടയിൽ കേൾസ് ഹെയറിന്റെ ഇടയിൽ ഈ ഹെയർ കണ്ടുപിടിച്ച് ഞാൻ ചെയ്യേണ്ടി വരും. അത് ഞാൻ ഇതിനെ കെട്ടിയിടും. പിന്നെ ഇത് ചെയ്യും. മൊത്ത മുടിനെ കൊണ്ട് ഒരു സാധനത്തിനെ കൊണ്ട് ഞാൻ കെട്ടിയിടും. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലുള്ള നീ എല്ലാം പറഞ്ഞ് ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ ടൗൺ ഞാൻ ഇതിന്റെ അകത്ത് എങ്ങനെയും അത് ഞാൻ ചെയ്തോളാം. ഇപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന്
എല്ലാം ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തലയിൽ. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും 9 പീസാണ് ഇതിലുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ആകെ ഒരു കവറിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് എങ്ങനെയാ ഇതിന്റെ വർക്ക്ഔട്ട് ആവോ ഇല്ലയോ എന്ന് അറിയില്ല. ഇല്ല, എന്റെ കോലം എങ്ങനെയുണ്ട്, ഞാൻ ഇതൊക്കെ തലയിൽ വെച്ചിരുന്ന് വർത്താനം പറയാം. എന്റെ കോലം ഭയങ്കര ഞാൻ കണ്ണാടി നോക്കിയില്ല, കോലം ഭയങ്കര കോമഡിയായിരിക്കും. ஒரு அம்ப்ரல்லா கையில் கொடுத்துட்டு பின்ன மத்த விசிறி இல்ல அது അത് ചൈനക്കാരിന്റെ കൊണ്ടയല്ല തല തല അങ്ങനെ മുടി കെട്ടിയിരുന്നത് തല. മലയാളത്തില് കൊണ്ടയെ പോലെ കാണും. കൊറേ കൊണ്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെ. ഞങ്ങള് ഒരു പാക്കറ്റ് മേടിച്ചു. അപ്പൊ ഇതിന്റെ 9 എണ്ണമുള്ളു. അപ്പൊ എന്റെ ഈ തലയില് എല്ലാം കൂടെ റോൾ ചെയ്യാനൊന്നും തികഞ്ഞില്ല. ലാസ്റ്റ് പുള്ളി എല്ലാം ചെയ്തു വന്നു കഴിഞ്ഞപ്പോ ഈ സൈഡിൽ 7 എണ്ണം, ഈ സൈഡിൽ 2 എണ്ണം, ബാക്കി ഹെയർ ഫുൾ ഇങ്ങനെ കിടക്കാം. അതുകൊണ്ട് ധാരണയ്ക്ക് ഡബിൾ വർക്കായി. പിന്നെ അവിടെ ഇവിടെ കഴിച്ചിട്ട് ആക്ച്വലി ധാരണയ്ക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മള് സാധാരണ എല്ലാം ചെയ്യുമ്പോൾ കോമ്പൊക്കെ എടുത്ത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പാർട്ടീഷൻ ആയിട്ട് ചെയ്യും. പുള്ളി എങ്ങനെയല്ല കൈ കിട്ടിയെല്ലാം വാരി വലിച്ച് ഇവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് അങ്ങനെ. ഇപ്പൊ ഇവിടുന്നുള്ള ഹെയർ ഒക്കെ ഇവിടെയാണ് ചുരുട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് തികഞ്ഞില്ല. പിന്നെ അവിടെ ഇവിടെ കഴിച്ചിട്ട് പട്ടിയിട്ട് ഇങ്ങനെ ബാലൻസ് ഉണ്ടായിരുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട്. റിസൾട്ട് ചിലപ്പോൾ ഇത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും, ഞങ്ങൾ ചെയ്ത വേ കറക്റ്റ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് അതിൻ്റെതായ പാളിച്ചകൾ ഉണ്ടാവാൻ വഴിയുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന സമയത്ത് എന്റെ തലയിൽ ആകെ 4, 3, 7 മുടിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 5 മുടിയായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്റെ തലയിലും ഹെയർ ഇത് ചെയ്യുമ്പോഴുള്ള മുടി മൊത്തം വലിച്ച് പറിച്ചെന്റെ തലയ്ക്ക് ഇപ്പൊ വേദന എടുക്കും. പക്ഷേ ഭംഗി വേണമാണെങ്കിൽ ഭംഗി വരുമോന്ന് ലാസ്റ്റ് നോക്കും. ഭംഗിയാവോ അതോ മങ്കിയാവോ? സാധാരണ നമ്മള് മറ്റേ സലോണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിരിക്കില്ല ഇങ്ങനെ ഹെയർ ഒക്കെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സലോണിൽ മെയിൻ ആയിട്ട് പോകുന്നത് ഹെയർ കട്ട് ചെയ്യാൻ മാത്രമേ പോകുള്ളൂ. എനിക്ക് ത്രെഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ദൂരം. അങ്ങനെ എനിക്കുണ്ടായ 2 ദുരനുഭവങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറച്ച് ബോറിംഗ് ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നി അതിന്റെ മുഖച്ഛായ ഒന്ന് മാറ്റാൻ വേണ്ടി എനിക്ക് കിട്ടിയ നല്ല അസല് 2 പണീനെ കുറിച്ച് ഇവിടെ പറയാന്ന്. നമ്മൾ പലർക്കും പലയിടത്ത് വെച്ചും പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ കിട്ടിയിട്ടുണ്ടാവൂല്ലേ. എന്തായാലും ഞാൻ എന്റെ സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്യാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ത്രെഡിങ് ചെയ്തോണ്ടിരുന്ന ഒരാളായിരുന്നു. ഒരു തവണ ഞാൻ ചെന്നൈയിൽ പോയിട്ട്, സാധാരണ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, നമ്മൾ ത്രെഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ ഒരാളെ തന്നെയായിരിക്കും നമ്മൾ ഫോളോ ത്രെഡ് ചെയ്യാൻ വേണ്ടിട്ട്. കാരണം അല്ലെങ്കിൽ അത് കൊളാവും, ചിലവർ ചെയ്ത വർക്ക്ഔട്ട് ആവില്ല, അങ്ങനെ കൊളാവും നമുക്ക്. അപ്പൊ ലാസ്റ്റ് ഞാന് ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സലോണില് ഒരാളുടെ അടുത്ത് തന്നെയായിരുന്നു ത്രെഡിങ്ങിന് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ത്രെഡ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അവരോട് അപ്പോഴേ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോ ഞാൻ ബുക്ക് ചെയ്ത ആളല്ല അവിടെയുള്ള. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് ഓഫീസ് ആ സമയത്തായിരുന്നു, അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റിൽ പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാൻ മടിയും തോന്നും. എനിക്ക് തോന്നുമ്പോ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് ചെയ്തില്ല, പിന്നെ എനിക്ക് പോക്കൊക്കെ കണക്കാം. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, അവരുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അവര് ഇല്ലല്ലോ കുഴപ്പമില്ല, ഇവര് ഇവിടെ ചെയ്യുന്ന ആൾക്കാരാന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് എന്റെ ഐബ്രോ ത്രെഡ് ചെയ്യിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞ എക്സ്ട്രാസ് മാത്രം എടുത്താൽ മതി, എന്റെ ഐബ്രോ വേറെ ഒന്നും ചെയ്യണം, എനിക്ക് തിക്നെസ് വേണം. എന്റെ ഐബ്രോ ഇപ്പൊ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തിക്നെസ് വേണം, നിങ്ങൾ തിക്നെസ്സിൽ കയ്യെ വെക്കേണ്ട, ഒന്ന് എക്സ്ട്രാസ് മാത്രം എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. പുള്ളിക്കാരത്തി എല്ലാം ആന്നൊക്കെ കേട്ട് ലാസ്റ്റ് ത്രെഡ് ചെയ്ത് വന്നപ്പോ ഉണ്ടല്ലോ പഴുതാര കുഞ്ഞിനെ പോലെ ആയിട്ട് എന്റെ 2 പേർക്കും. എനിക്കത് കണ്ടിട്ട് അവരെ ചീത്ത പറയാനും പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എന്റെ അവസ്ഥ ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അന്ന് നിങ്ങൾ വിശ്വസിക്കുമല്ലോ എന്നറിയില്ല, അന്ന് തൊട്ട് ഇന്ന് വരെ ലൈക്ക് ഇപ്പൊ എത്ര വർഷമായിട്ടാണ് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം, ഒരു 7 വർഷമായിക്കാണും. 7 വർഷമായിട്ട് ഞാൻ എന്റെ ഐബ്രോ 1 or 2 തവണ, അത് എന്റെ അനിയത്തിയുടെ കല്യാണത്തിനും എന്റെ കല്യാണത്തിനും അല്ലാതെ ഞാൻ ഇതുവരെ എന്റെ ഐബ്രോ ത്രെഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് എന്റെ പഴയ ഐബ്രോ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വളരുവാണെങ്കിൽ വളരട്ടെ എന്ന് വിചാരിച്ച് ഞാനത് കാത്തു സൂക്ഷിച്ചു വെച്ചേക്കാണ് കേസ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഹെയർ കട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ പോകാറുള്ളൂ സലോണില്. അതും എനിക്ക് ദുരന്തമായത് ലാസ്റ്റ് ടൈം.
ഞാൻ ഇതേപോലെ തന്നെ അത് ഞാൻ മൂവാറ്റുപുഴയിലെ ചെയ്തു. ഇത്തവണ നാട്ടിൽ വന്നപ്പോഴേക്കും ഞാൻ റെഗുലർ ആയിട്ട് പോയിക്കണം. അത് ഏത് സലൂൺ ആയിക്കോട്ടെ, നാട്ടിലായിക്കോട്ടെ, അവിടെ ആയിക്കോട്ടെ. പക്ഷെ റെഗുലർ ആയിട്ട് പോകുന്ന എനിക്ക് ചെയ്യുന്ന ആള് തന്നെ ചെയ്യുവാണെങ്കിൽ ഞാൻ മോർ കംഫർട്ടബിൾ ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ഇവിടെ ചെയ്യാന്ന് പറഞ്ഞു പോയി ഹെയർ ഒക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ഹെയർ കളറിങ് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ ഞാൻ പുള്ളി പറഞ്ഞു ഈ കളർ ചെയ്ത് സെറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ്. എന്റെ ലൈഫില് ഇങ്ങനെ ഒരാള് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഇങ്ങനെ ഒരു സർവീസ് എന്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടുണ്ട്. കാരണം ഉണ്ടല്ലോ, എനിക്കൊക്കെ എഴുന്നേറ്റ് ഓടിയാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ ഹെയർ ഒക്കെ ചെയ്യുമ്പോൾ തീരല്ലേ ഇപ്പൊ തീരല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കും. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തും അവര് ഇതൊക്കെ ചെയ്യുന്നു. ഇതുണ്ടല്ലോ, എനിക്ക് എന്റെ തല പുള്ളി ഇങ്ങനെ വലിച്ചോണ്ട് പോയി. ഞാൻ ഇങ്ങനെ പിടിക്കും. അതും സാധാരണ അവരുടെ കൈയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇത് ഭയങ്കര ഹാർഡ്. എന്റെ മുടിയൊക്കെ ഇതായി. ഞാൻ വിചാരിച്ചു തലയുടെ മുടിയൊക്കെ പറഞ്ഞു പോയി. ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിപ്പോയി. ലാസ്റ്റ് എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയാൽ മതിയെന്നായിരുന്നു എന്റെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? പകുതി കളർ മറ്റേ ഹാഫ് ഷേവ് ചെയ്ത പോലെയായിരിക്കും, പകുതി കളർ അടിച്ച് പകുതി കളർ അടിക്കാത്ത പോലെയായിരിക്കും. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ചെന്നൈ ചെന്ന് കഴിഞ്ഞപ്പം എന്റെ ഉണ്ടായിരുന്ന ഹെയർ ഉണ്ടല്ലോ, എനിക്ക് എന്റെ ലൈഫിൽ ഇത്രയും ഹെയർ ഫോൾ വന്നിട്ടില്ല. അവർ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്റെ ഹെയർ ഇത്തവണ മുടി വെട്ടിട്ട് എന്റെ ഹെയർ ഫോൾ ആവുന്നില്ലായിരുന്നു. ഞാനിട്ട് രാത്രി പോയി കരഞ്ഞ് ധർമ്മയുടെ അടുത്ത് വന്നിട്ട് എനിക്ക് എന്തോ പ്രശ്നം പറ്റി. എന്തോ പ്രശ്നമുണ്ട്. അത് പറയുന്ന എന്തോ പ്രശ്നം എനിക്ക് ഹോസ്പിറ്റലിൽ. ഞാൻ അങ്ങനെ സാധാരണ അങ്ങനെയൊന്നും അത്രയും ഡെസ്ക് ആവുന്ന ആളല്ലോ. പക്ഷെ അത് തന്നെ ആ ഒരു എഫക്റ്റ് ആയിരുന്നു എനിക്ക്. ഇത് കാണുമ്പോ എനിക്ക് അങ്ങനെ എന്തോ ഡിസീസ് ഒക്കെ ആയിപ്പോന്നിട്ട് ഞാൻ കരഞ്ഞു. സത്യമായിട്ട് ഞാൻ കറഞ്ഞു ധർമ്മയുടെ അടുത്ത്. എന്നിട്ട് ധർമ്മ പറഞ്ഞു നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. പിന്നെ ഞാന് കുറച്ച് എണ്ണയൊക്കെ വാങ്ങി യൂസ് ചെയ്ത് അങ്ങനെ കുറച്ച്. എന്നാലും ഞാൻ എന്റെ കയ്യിലെടുത്ത് നിർത്തൂല കേട്ടോ. പിന്നെയും തലമുടിയിൽ എന്തെങ്കിലും എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ട് എങ്ങനെയാവുമോ എന്തോ ചുരുണ്ടാ സീരിയസ് ആയിട്ട് വെക്കണം. ചെറുതായിട്ട് കുറയോ നോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ അത് പറ്റിയ ആകെ ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിക്ക് തികഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വോളിയം കുറച്ച് എടുത്തിട്ടില്ലേ, വോളിയം കുറച്ച് എടുത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് വരും. കാരണം ഇവിടെ നോക്കി ഈ സൈഡിലെ ഹെയർ നമുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ സൈഡിലെ ഹെയർ അത്ര വന്നില്ല. കാരണം
കുറച്ചധികം ഹെയർ നമ്മളെടുത്ത് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അത് കിട്ടില്ല തോന്നുന്നു അല്ലേ? അതെ, വാല്യൂം കൂടുമ്പോ സൂപ്പർ സാധനമാണ്. 190 അല്ലെ? 190K ഇത്രയും കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയല്ലേ അല്ലേ? നീ ധരണി ഇത് വെച്ചിട്ട് അമ്മയുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും അല്ലെ? അപ്പൊ നമ്മളത് അടുത്തൊരു വീഡിയോയില് ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും, അത് കാണിക്കാം. ഓക്കെ, സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറക്കാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ബൈ.